ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ദൈർഘ്യമേറിയ റൂട്ടുകളിലൊന്നായ കന്യാകുമാരി ദിബ്രുഗഡ് എക്സ്പ്രസിലെ ഒരു യാത്രക്കാരന് ട്രെയിൻ യാത്രക്കിടെ ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിത ആരോഗ്യ പ്രശ്നം റെയിൽവേ അധികൃതരുടെ അടിയന്തരമായിട്ടുള്ള ഇടപെടലിലൂടെ പരിഹരിക്കപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. സാധാരണ യാത്രക്കിടെ കോട്ടുവായ ഇട്ട ശേഷം വാടയ്ക്കാൻ കഴിയാതെ വന്ന അവസ്ഥയിലാണ് യാത്രക്കാരൻ ദുരിതത്തിലായത്. ഈ അവസ്ഥ യാത്രക്കാരന് കടുത്ത വേദനയും പരിഭ്രാന്തിയും ഉണ്ടാക്കി. ഈ സംഭവം പുറത്തു വന്നതോടെ റെയിൽവേ യാത്രക്കിടെ ഉണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇന്ത്യൻ റെയിൽവേക്കുള്ള തയ്യാറെടുപ്പുകൾ ഒരിക്കൽ കൂടി ശ്രദ്ധേയമായിരിക്കുകയാണ്. സഹായത്തിനായി ട്രെയിനിലെ TTE മുഖേനയും മറ്റ് ജീവനക്കാർ വഴിയും വിവരം ഉടൻ തന്നെ അടുത്ത സ്റ്റേഷനിലേക്ക് കൈമാറുകയായിരുന്നു. യാത്രക്കാരന് സംഭവിച്ച ആരോഗ്യ പ്രശ്നം അഥവാ ജോയിന്റ് ഡിസ്ലൊക്കേഷൻ അഥവാ TMJ ഡിസ്ലൊക്കേഷൻ എന്ന അവസ്ഥയാണ്. ഇത് സാധാരണയായി താടിയെല്ലുകളിൽ സംഭവിക്കുന്ന ഒരു സ്തംഭന അവസ്ഥയാണ്. താടിയെല്ലിനെ തലയോട്ടിയുമായി ബന്ധിപ്പിക്കുന്ന സന്ധിയാണ് TMJ. കോട്ടുവായ ഇടുകയോ അതല്ലെങ്കിൽ വായിൽ എന്തെങ്കിലും കുടുങ്ങുകയോ ചിരിക്കുകയോ ചെയ്യുന്നത് പോലുള്ള അവസരങ്ങളിൽ ഈ സന്ധി അതിന്റെ സാധാരണ സ്ഥാനത്ത് നിന്ന് തെറ്റിപ്പോവുകയും താടിയെല്ല് മുന്നോട്ട് തള്ളിപ്പോയി വാ തുറന്ന അവസ്ഥയിൽ കുടുങ്ങുകയും ചെയ്യും. ഈ അവസ്ഥയിൽ വായ അടയ്ക്കാനോ സംസാരിക്കാനോ കഴിയില്ല. കൂടാതെ കടുത്ത വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെടുകയും ചെയ്യും. യാത്രക്കാരന്റെ ആരോഗ്യനില മോശമാണെന്ന് വിവരം ലഭിച്ച ഉടൻ തന്നെ റെയിൽവേ അധികൃതർ അടിയന്തരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഈ ദീർഘദൂര ട്രെയിൻ പാലക്കാട് ഡിവിഷനിലെത്തിയ ഉടൻ തന്നെ സഹായം ഉറപ്പാക്കുന്നതിനായി പാലക്കാട് റെയിൽവേ ആശുപത്രിയിലെ ഡിവിഷണൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജിതിൻ PS വിവരം അറിയിച്ചു. മെഡിക്കൽ ഓഫീസർ ഉടൻ തന്നെ പാലക്കാട് ജംഗ്ഷനിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെടുകയും ട്രെയിൻ സ്റ്റേഷനിൽ എത്തുന്ന നിമിഷം തന്നെ യാത്രക്കാരന് ചികിത്സ നൽകാൻ തയ്യാറാവുകയും ചെയ്തു. ട്രെയിൻ പാലക്കാട് ജംഗ്ഷനിലെത്തിയ ഉടൻ തന്നെ ഡോക്ടർ ജിതിൻ PS യാത്രക്കാരന് അടിയന്തരമായിട്ടുള്ള ചികിത്സ നൽകി. TMJ ഡിസ്ലൊക്കേഷൻ പരിഹരിക്കുന്നതിന് താടിയെല്ലുകളുള്ള സന്ധിയിലേക്ക് തിരികെ പുനഃസ്ഥാപിക്കുന്ന ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ആവശ്യമാണ്. താടിയെല്ലുകൾ താഴേക്ക് വലിക്കുകയും പിന്നിലേക്ക് തള്ളുകയും ചെയ്യുന്ന ഈ പ്രക്രിയയ്ക്ക് കൃത്യമായിട്ടുള്ള വൈദ്യ പരിശീലനവും അനിവാര്യമാണ്. ഡോക്ടർമാർ വിദഗ്ധമായി താടിയെല്ല് അതിന്റെ സ്ഥാനത്തേക്ക് തിരികെ സ്ഥാപിച്ചു. താടിയെല്ല് നേരെയാക്കിയതോടെ യാത്രക്കാരന് വായ സാധാരണ പോലെ അടയ്ക്കാൻ കഴിയുകയും ചെയ്തു. അടിയന്തര ചികിത്സ വിജയകരമായതിനെ തുടർന്ന് യാത്രക്കാരന്റെ ആരോഗ്യനില സാധാരണ നിലയിലാവുകയും ചെയ്തു. ഡോക്ടറുടെ കൃത്യസമയത്തുള്ള ഇടപെടലും വിദഗ്ധ ചികിത്സയും കാരണം യാത്രക്കാരന് ട്രെയിൻ യാത്ര തടസ്സപ്പെടുത്തേണ്ടി വന്നതുമില്ല. പൂർണ്ണമായും സുഖം പ്രാപിച്ച അദ്ദേഹം അതേ ട്രെയിനിൽ തന്നെ ദിബ്രുഗഡിലേക്ക് യാത്ര തുടരുകയും ചെയ്തു. ഇന്ത്യൻ റെയിൽവേയുടെ ഡിവിഷണൽ മെഡിക്കൽ സംവിധാനങ്ങൾ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് യാത്രക്കാർക്ക് ആശ്വാസം നൽകുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനുകളിലെയും ട്രെയിനുകളിലെയും അടിയന്തര സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പരിശീലനം ലഭിച്ചിട്ടുള്ള മെഡിക്കൽ സ്റ്റാഫും സൗകര്യങ്ങളും ലഭ്യമാണ്. ഈ സംഭവം റെയിൽവേ മെഡിക്കൽ ഓഫീസർമാരുടെയും സ്റ്റാഫിന്റെയും സേവന സന്നദ്ധതയും കാര്യക്ഷമതയും ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. TMJ ഡിസ്ലൊക്കേഷൻ എന്നത് സാധാരണ ആളുകൾക്ക് അത്ര പരിചിതമല്ലാത്തൊരവസ്ഥയാണ്. വലിയ വായിൽ കോട്ടുവായ ഇടുമ്പോൾ മാത്രമല്ല, താടിയെല്ലിന് അമിതമായി ആയാസം നൽകുമ്പോഴും ഇത് സംഭവിക്കുകയും ചെയ്യാം. യാത്രക്കാരന്റെ ഈ അനുഭവം ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനാരോഗ്യ അവബോധം വളർത്തേണ്ടതിന്റെ പ്രാധാന്യത്തെ ഓർമ്മിപ്പിക്കുകയാണ്. കൃത്യസമയത്തുള്ള ഇടപെടലിലൂടെ ഒരു യാത്രക്കാരന്റെ ദുരിതം പരിഹരിച്ച ജിതിൻ PS റെയിൽവേക്ക് മാതൃകയായി. ട്രെയിൻ നിർത്തിയിടുന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ സങ്കീർണമായുള്ള ഈ പ്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതിലൂടെ ഡോക്ടർ തന്റെ ശാസ്ത്രപരമായിട്ടുള്ള വൈദഗ്ധ്യം തെളിയിക്കുകയും ചെയ്തു. ദൈർഘ്യമേറിയ ട്രെയിൻ യാത്രകളുടെ യാത്രക്കാരുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കേണ്ടത് റെയിൽവേയുടെ പ്രധാന ഉത്തരവാദിത്വമാണ്. ഈ സംഭവം യാത്രക്കാരുടെ പരാതികളോട് റെയിൽവേ എത്രത്തോളം ഗൗരവത്തോടെയാണ് പ്രതികരിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ്. TMJ ഡിസ്ലൊക്കേഷൻ എത്രയും പെട്ടെന്ന് ചികിത്സ ലഭിക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. കാലതാമസം ഉണ്ടായാൽ വേദന കൂടുകയും താടിയിൽ പുനഃസ്ഥാപിക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാവുകയും ചെയ്യാം. റെയിൽവേയുടെ അടിയന്തര മെഡിക്കൽ നടപടികൾ ഈ കേസിൽ ചികിത്സാപരമായിട്ടുള്ള വേഗതയുടെ പ്രാധാന്യം അടിവരയിടുകയാണ്.